LDF ക്യാമ്പ് എങ്ങനെയാണ് ഈ വോട്ടിങ്ങിലെ ശതമാനത്തിലെ ഇടിവിനെ കണക്കാക്കുന്നത് എന്നാണ്. നമുക്കൊപ്പം സാനിയ മനോമിയുണ്ട്. LDF ക്യാമ്പിൽ സാനിയ മനോമി സ്ഥാനാർത്ഥിക്കൊപ്പം ഏറ്റവും കൂടുതൽ ബൂത്തുകൾ കവർ ചെയ്ത നമ്മുടെ റിപ്പോർട്ടറാണ്. സാനിയ മനോമി, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ കണക്കുകൾ ഒടുവിൽ വരുമ്പോൾ കണ്ണാടിയിലും മാത്തൂരിലും പോളിംഗ് പെർസെൻറ്റേജ് ഇടിഞ്ഞിരിക്കുന്നു എന്നത് ഒരേപോലെ UDF-നും LDF-നും ചെറിയ ആശങ്ക നൽകേണ്ടതാണ്. പക്ഷേ 2021 നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് CPM ക്യാമ്പിൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. പ്രമോദിനേക്കാൾ സരിൻ ഒരു മികച്ച സ്ഥാനാർത്ഥിയായി പ്രചരണ രംഗത്ത് സജീവമായിരുന്നു, വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ CPM തങ്ങളുടെ 40,000-ഓളം വരുന്ന വോട്ടുകൾ പെട്ടിയിലാക്കി എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അഥവാ UDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കാതെ എല്ലാ ഇടതു വോട്ടുകളും സരിൻ സ്വന്തമാക്കി എന്നാണോ അവസാനവട്ട ബൂത്ത് വിശകലനത്തിൽ CPM-ന്റെ കണക്കുകൂട്ടൽ? സാനിയോ, അതായത് ഡോക്ടർ അരുൺകുമാർ, CPM-ന്റെ അവസാനവട്ട കണക്കുകൂട്ടലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തിൽ നിന്നുമുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് അവസാനിക്കുന്നത് ഒരു അർദ്ധരാത്രിയോടുകൂടി അവസാനത്തെ കണക്കുകൾ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യം വന്ന കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം ഉണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി P സരിനും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതെന്ത് തരം ആത്മവിശ്വാസമാണെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ഈ കണ്ണാടിയാണ് ഈ മണ്ഡലത്തിൽ തന്നെ ഒരു തദ്ദേശ സ്ഥാപനം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണാടി മാത്രമാണ്. പക്ഷേ കണ്ണാടിയിലടക്കം ഇങ്ങനെ വോട്ട് ശതമാനം കുറഞ്ഞത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് കിട്ടിയത്. മാത്തൂരും ഇങ്ങനെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് UDF-നെ ബാധിക്കുമ്പോൾ ഇത് രണ്ടും കൂടി രണ്ടുപേർക്കും ബാധിക്കും എന്നുള്ളൊരു കണക്കിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയും ആ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷം കാണുന്നത്. അപ്പോഴും നഗരസഭാ പരിധിയിൽ ഈ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട് എന്നുള്ള കണക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴും അന്ന് E ശ്രീധരന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾക്ക് കൂടുതൽ, ആ വോട്ടുകളിൽ പല വോട്ടുകളും സരിന് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ആളുകൾക്കൊരു മടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പിനോടുള്ള മടുപ്പ് പ്രകടമായി തന്നെ കാണാനുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലും LDF ക്യാമ്പിലുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയതാണ് എന്ന തരത്തിലുള്ളൊരു വിലയിരുത്തൽ വോട്ടർമാർക്കിടയിലുണ്ട്. ആ ഒരു മടുപ്പാണ് കാണുന്നത് എന്നാണ് ഇപ്പോഴും ഇടതുപക്ഷം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഈ മടുപ്പുണ്ടാകാനുള്ള സാധ്യത UDF പ്രവർത്തകർക്കാണ്. അത്തരം വോട്ടുകൾ മാത്രമേ പോൾ ചെയ്യാതെ പോയിട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു വിലയിരുത്തലാണ്. മറ്റൊന്ന്, ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തോ എന്നുള്ള കാര്യമാണ്. അതായത് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ മുകൾ തട്ടിൽ മാത്രമേ ചർച്ചയായിട്ടുള്ളൂ, നേതാക്കന്മാർ മാത്രമേ അതിന് മറുപടി പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഈ നിരാശ ബാധിച്ച വോട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. ആ നിരാശയിൽ നിന്നാണ് ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അത് ആരെ തുണയ്ക്കും എന്നുള്ള കാര്യമാണ്. അതായത് സർക്കാർ വിരുദ്ധ വികാരമടക്കമുണ്ടെങ്കിൽ അത് ആരെ തുണച്ചിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. അപ്പോഴും LDF വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത് എന്നാണ് സ്ഥാനാർത്ഥി അവസാന നിമിഷം പോലും സംസാരിക്കുമ്പോൾ പറഞ്ഞത്. നമുക്കറിയുന്നത് പോലെ 40,000 വോട്ടുകൾ, ആ ഒരു വോട്ടുകൾ 40,000 മുതൽ 50,000 വരെ വോട്ടുകളൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥി പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവുക. പക്ഷേ അപ്പോഴും സ്ഥാനാർത്ഥി പറയുന്നത് 70,000+ എന്നുള്ളൊരു കണക്കാണ്. അത് ഇപ്പോൾ ശരിയാകുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം മാത്രമാണ് അതെന്ന് പറയേണ്ടി വരും. ഏതായാലും ഈ കാര്യങ്ങളിൽ തന്നെയാണ് കോൺഫിഡൻസ് വെക്കുകയാണ് ഇടതുപക്ഷം. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല, എന്ത് കിട്ടിയാലും പോസിറ്റീവ് എന്നുള്ള തരത്തിലേക്കാണ് ഇടതുപക്ഷം ഈ കാര്യങ്ങളെ കാണുന്നത് എന്ന് തോന്നുന്നു. കാരണം വോട്ട് ഷെയർ ഓരോ തവണയും കുറഞ്ഞുകൊണ്ടിരുന്നു, 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത്തരത്തിൽ എങ്കിൽ 3-ാം സ്ഥാനത്ത് നിന്ന് വോട്ട് ഷെയർ എങ്കിലും കൂട്ടാൻ കഴിയുക എന്നുള്ളൊരു തരത്തിലേക്ക് ഇടതുപക്ഷം ചിന്തിക്കുന്നുണ്ടാവുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് സംശയം. ഓക്കെ, വ്യക്തമാണ്. എനിക്കൊന്ന് ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ തവണ നേടിയ 36,000-ൽ നിന്ന് 40,000-ലേക്ക് വോട്ട് വർദ്ധിപ്പിച്ചാൽ പോലും LDF-നെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ആണ് നിശ്ചയമായിട്ട്. അതാണെങ്കിൽ UDF ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യും. കാരണം കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന് പോയ LDF വോട്ടുകൾ ഇക്കുറി ഒരെണ്ണം പോലും UDF ക്യാമ്പിലേക്ക് പോയിട്ടില്ല. അത് പൂർണ്ണമായും LDF ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് LDF-ന്റെ ആത്മവിശ്വാസം. അത് ആ അർത്ഥത്തിൽ ഒരു 2,000-3,000 വോട്ട് ഇളക്കി മാറ്റുന്നത് UDF-ന്റെ ആയിരിക്കും. Meet the editors.